ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്, കടത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത്. ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. 40ഓളം വരുന്ന സമസ്തയുടെ മുഷാവറ മെമ്പർമാർ ഒരു കാര്യം തീരുമാനിച്ച് പ്രഖ്യാപിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവർ, എന്ത് കോളിളക്കമുണ്ടായാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും, ഏത് ഭൂകമ്പമുണ്ടായാലും സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുന്നവനാണ് ഖാലിസായ സമസ്തക്കാരൻ. അവനെയാണ് ഷജറ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു ഷജറ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഷജറത്തുൻ ത്വയ്യിബ എന്നും കൂടെ പറയണം. കാരണം സമസ്തയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്താൻ ആർക്ക് അധികാരം തന്നിട്ടുള്ളത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്ന ഒരു പണ്ഡിതരാണ് മഹാനായ സയ്യിദുൽ ഉലമയെങ്കില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കനൽ പദങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന മഹാനാ സയ്യിദുൽ ഉലമയെങ്കില്, ആ സയ്യിദുൽ ഉലമയെ അതേ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയത് ആരാ? സയ്യിദുൽ ഉലമയെ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയതെന്നറിയുമോ? മഹാരായ പാണക്കാട്ട് ആറ്റപ്പു എന്ന് വിശേഷിപ്പിച്ച ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. സമസ്തയുടെ 90-ാം വാർഷികത്തില് 100-ാം വാർഷികം പ്രഖ്യാപിച്ച മഹാരായ ഹൈദർ തങ്ങളാണ് സമസ്തയുടെ പ്രസിഡന്റായിട്ട് നോമിനി ചെയ്യുന്നതെങ്കിൽ, മഹാരായ ജിബ്രി തങ്ങള് ഈ പ്രസ്ഥാനത്തിന്റെ കപ്പിത്താനാകാൻ വിളിച്ചപ്പോ, ചില ആളുകൾ അന്ന് ഫിത്തനയാക്കിയിരുന്നപ്പോ, ചില ആളുകൾ തടസ്സം സൃഷ്ടിച്ചപ്പോ അവരുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ട് പേടിപ്പിച്ച മഹാരായ ഹൈദറിൽ തങ്ങള്. കാരണം തങ്ങൾക്കറിയാ, ഒരു പ്രയാസം കടന്നു വരാനുണ്ട്, പ്രതിസന്ധികൾ കടന്നു വരാനുണ്ടാകുമ്പോൾ വിധൈകളുടെ കൂടെ നിൽക്കാത്ത, ആദർശത്തിന് പുതുകുത്തുകൾ വീഴാത്ത, ആദർശത്തെ ആമാശയത്തിലേക്ക് വലിച്ചെറിയാത്ത ഒരു സയ്യിദിന്റെ കരങ്ങളിലാണ്, സയ്യിദിന്റെ 2 കരങ്ങളിലാണ്, സയ്യിദുൽ ഉലമയുടെ കരങ്ങളിലാണ് ഈ സമസ്തയെ ഏൽപ്പിച്ചതെങ്കിൽ ഈ സമസ്ത തളരില്ല മക്കളെ, ഈ സമസ്തയെ തകർക്കാൻ കഴിയില്ല മക്കളെ. മുടക്കുന്ന പരിപാടി ഉണ്ടാകരുത്, മന്നാഉൽ ഖൈറാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ 100-ാം വാർഷികം നടക്കുമ്പോ, ഓരോ സ്ഥലത്തും തഹിയയുടെ പിരിവുകൾ നടത്തുമ്പോ, ആ പിരിവുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മന്നാഉൽ ഖൈറാണ്. മന്നാഉൽ ഖൈറിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ വ്യഭിചാര സന്തതികൾ എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ തടഞ്ഞു വെക്കരുത്. ഖൈറിനെ തടയാൻ പാടില്ല. ആതുരാലയങ്ങളും ഹോസ്പിറ്റലുകളും പ്രയാസപ്പെടുന്നവന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് തഹിയ എന്ന സംവിധാനം ഉണ്ടാക്കിയതെങ്കിൽ, ആ സംവിധാനം പോലും സമസ്ത കൊടുക്കണമെന്ന് പറയുമ്പോ തടഞ്ഞു വെച്ചവന് എന്ത് അധികാര സമസ്ത എന്ന് പറയാനുള്ളത്? ചില ആള് പറയും ഞാൻ സമസ്തക്കാരനാ. സമസ്തക്കാരനാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണെന്നറിയുമോ? 40ഓളം വരുന്ന സമസ്തയുടെ മുഷാവറ മെമ്പർമാർ ഒരു കാര്യം തീരുമാനിച്ച് പ്രഖ്യാപിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവർ, എന്ത് കോളിളക്കമുണ്ടായാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും, ഏത് ഭൂകമ്പമുണ്ടായാലും സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുന്നവനാണ് ഖാലിസായ സമസ്തക്കാരൻ. അവനെയാണ് ഷജറ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു ഷജറ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഷജറത്തുൻ ത്വയ്യിബ എന്നും കൂടെ പറയണം. കാരണം സമസ്തയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്താൻ ആർക്ക് അധികാരം തന്നിട്ടുള്ളത്? നിങ്ങൾക്കറിയുമോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ആരാണെന്നറിയുമോ? സമസ്തയെ തന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഒരു സമസ്തയുടെ ഖാദിമാണെന്ന് പറയാൻ ആഗ്രഹിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്
വർഷങ്ങളോളം ഗൾഫ് രാജ്യത്ത് ഔക്കാഫിന്റെ കീഴിൽ ജോലി ചെയ്തിട്ട് പണത്തിന്റെ വലിയ വിഹായുസ് സൃഷ്ടിക്കാതെ തന്റെ പൊളിഞ്ഞ് വീടാറായ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ പലപ്പോഴും പറയുമത്രേ, നമുക്ക് നല്ലൊരു വീട് വെക്കണ്ടേ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഗൾഫ് നിർത്തിയിട്ട് ഭാര്യയോട് പറഞ്ഞു, നല്ലൊരു വീട് വെക്കാൻ ഞാൻ നല്ലൊരു പ്ലോട്ട്, നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ സ്ഥലം കാണാൻ പോയപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ചാരത്തെ മീസാൻ കല്ലിന്റെ അകത്ത് കിടക്കുന്ന മഹല്ലത്തിലെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ കിടക്കുന്ന ഖബർസ്ഥാന് ചൂണ്ടിക്കാട്ടി മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്, ഇവിടെയാണ് ഞാൻ വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ ദുന്യാവ് നൈമിഷികമാണ്, ഈ ദുന്യാവ് നശ്വരമാണ്, ഈ ദുന്യാവ് നൊടിയുടെ തകർന്നു പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ മണ്ണാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞ സൂഫിസത്തിന്റെ അഗ്രേസഗണ്യരായ മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചിട്ടില്ലേ, ആലുവ തരീഖത്തിനെ കുറിച്ച് ഉസ്താദിന്റെ അഭിപ്രായം എന്താ? ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവര് മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്, ആലുവ തരീഖത്തിൽ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ട് എന്നല്ല, ആലുവ തരീഖത്തിന്റെ ആളുകൾ പിഴച്ചവരെന്ന് പറയുന്നതിന് മുമ്പ് മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് അതേ വ്യക്തിപരമായ അഭിപ്രായം പറയാതെ പറഞ്ഞത്, സമസ്ത അവരെ തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ആലുവ തരീഖത്ത് ശരിയല്ല. ആലുവ തരീഖത്തിന്റെ അകം കീറി മുറിക്കാതെ സമസ്ത ഒരാളെ കുറിച്ച് കൊണ്ട് പിഴച്ചവനെന്ന് പറഞ്ഞാൽ അവരെ എത്ര തന്നെ പറഞ്ഞിടിച്ചിട്ടും കാര്യമില്ല. കാരണം സമസ്ത എന്ത് പറയുന്നു, ആ തീരുമാനത്തിന്റെ പിറകെ നിൽക്കുമ്പോഴോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ സമസ്തക്കാരായി മാറുന്നത്. CIC-യുടെ പ്രശ്നം വന്നപ്പോൾ ഒന്നേ പറയാനുണ്ടായിട്ടുള്ളൂ, സമസ്തയുടെ തീരുമാനം എന്താ, ആ തീരുമാനത്തിന്റെ അപ്പുറം നമ്മളില്ല. കാരണം സമസ്ത എന്ന് പറയുന്നത് 40ഓളം വരുന്ന മുഷാവറ മെമ്പർമാരുള്ളതാണല്ലോ എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ. അതുകൊണ്ട് നിങ്ങൾക്കറിയില്ലേ, മഹാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, പാണക്കാട്ട് മുത്തായ മഹാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഉമർ അലി ശിഹാബ് തങ്ങള്, എന്ത് പ്രശ്നം വന്നാൽ അവസാനം പറയുന്ന വാക്കെന്തെന്നറിയുമോ? സമസ്ത എന്ത് പറഞ്ഞു അതിനപ്പുറം ഞങ്ങളില്ല. മഹാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തക്കപ്പുറം ഒരു കാല് വെച്ചിട്ടില്ല. കാരണം സമസ്ത അള്ളാന്റെ ഔലിയാക്കളുടെ പാർട്ടിയാണ്. ആ സമസ്ത മുഷാവറയിലാണ് മഹാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടായത്, പാങ്ങിൽ ഉസ്താദ് ഉണ്ടായത്, കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായത്, കോയക്കുട്ടി ഉസ്താദ് ഉണ്ടായത്, മഹാരായ കാളമ്പോടി ഉസ്താദ് ഉണ്ടായത്, കുഞ്ഞാണി മുസ്ലിയാരുണ്ടായത്, കുമരംപുത്തൂർ ഉസ്താദ് ഉണ്ടായത്, ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടായത്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവര് എത്രയോ സൂഫിയാക്കളായ ഉസ്താദുമാരാണ്, ഔലിയാക്കളുടെ സഭയായിരുന്നു സമസ്തയെങ്കിൽ. ഇന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ, സമസ്ത എന്ത് തീരുമാനം പറഞ്ഞാലും നമ്മൾ ആരെങ്കിലും സമസ്തയെ ചോദ്യം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഈ കൊടി പിടിച്ചിട്ട് കാര്യമില്ല, പിന്നെ ഞാൻ സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുജാഹിദിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. തബ്ലീഗിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സുന്നിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്തയുടെ കൂടെയാകുമ്പോ, അള്ളാന്റെ ഔലിയാക്കളുടെ കൂടെയാകുമ്പോ, അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല രാജാധികാരം കൊടുത്തില്ലേ, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള
കഴിവ് കൊടുത്തില്ലേ, സൗന്ദര്യം കൊടുത്തില്ലേ, ഈജിപ്തിന്റെ അധികാരം കൊടുത്തില്ലേ, എല്ലാം കൊടുത്തിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ എന്തായിരുന്നെന്നറിയുമോ? തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണമെന്ന് മാത്രമല്ല, മുസ്ലിമാക്കി മരിപ്പിക്കണമെന്ന് പറഞ്ഞ് ദുആ നിർത്താതെ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ ദുആ ചെയ്തത് വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ. എന്റെ പ്രിയപ്പെട്ട ഗണ്ഡഭാഗിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നേക്കാ, അല്ലാഹു നമുക്ക് കച്ചവടം തന്നേക്കാ, അല്ലാഹു നമുക്ക് വലിയ വാഹനം തന്നേക്കാ, അല്ലാഹു നമുക്ക് അധികാരം തന്നേക്കാ, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നേക്കാ. എന്ത് കിട്ടിയാലും പടച്ചവനോട് നിങ്ങൾ ദുആ ചെയ്യാൻ മറക്കല്ലേ. തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ സാലിഹീങ്ങളോട് കൂടെ ചേർക്കണേ. അങ്ങനെ ചേർത്തെങ്കിലേ ഈ ആത്മാർത്ഥതയുള്ള പതാക പിടിക്കാൻ കഴിയോ, അങ്ങനെ ചേർത്തെങ്കിലേ മഹാനായ സയ്യിദുൽ ഉലമയുടെ പിറകിൽ നിൽക്കാൻ കഴിയോ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്ന ഒരു പണ്ഡിതരാണ് മഹാനായ സയ്യിദുൽ ഉലമയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കനൽ പദങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന മഹാനാ സയ്യിദുൽ ഉലമയെങ്കിൽ ആ സയ്യിദുൽ ഉലമയെ അതേ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയത് ആരാ? സയ്യിദുൽ ഉലമയെ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയതെന്നറിയുമോ? മഹാനായ പാണക്കാട്ട് ആറ്റപ്പു എന്ന് വിശേഷിപ്പിച്ച ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. സമസ്തയുടെ 90-ാം വാർഷികത്തില് 100-ാം വാർഷികം പ്രഖ്യാപിച്ച മഹാനായ ഹൈദർ തങ്ങളാണ് സമസ്തയുടെ പ്രസിഡന്റായിട്ട് നോമിനി ചെയ്യുന്നതെങ്കിൽ മഹാനായ ജഫ്രി തങ്ങള് ഈ പ്രസ്ഥാനത്തിന്റെ കപ്പിത്താനാകാൻ വിളിച്ചപ്പോ ചില ആളുകൾ അന്ന് ഫിത്തനയാക്കിയിരുന്നപ്പോ, ചില ആളുകൾ തടസ്സം സൃഷ്ടിച്ചപ്പോ അവരുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ട് പേടിപ്പിച്ച മഹാനായ ഹൈദറിൽ തങ്ങള്. കാരണം തങ്ങൾക്കറിയാ ഒരു പ്രയാസം കടന്നു വരാനുണ്ട്, പ്രതിസന്ധികൾ കടന്നു വരാനുണ്ടാകുമ്പോൾ വിധൈകളുടെ കൂടെ നിൽക്കാത്ത, ആദർശത്തിന് കുതുകുത്തുകൾ വീഴാത്ത, ആദർശത്തെ ആമാശയത്തിലേക്ക് വലിച്ചെറിയാത്ത ഒരു സയ്യിദിന്റെ കരങ്ങളിലാണ്, സയ്യിദിന്റെ 2 കരങ്ങളിലാണ്, സയ്യിദുൽ ഉലമയുടെ കരങ്ങളിലാണ് ഈ സമസ്തയെ ഏൽപ്പിച്ചതെങ്കിൽ ഈ സമസ്ത തളരില്ല മക്കളെ, ഈ സമസ്തയെ തകർക്കാൻ കഴിയില്ല മക്കളെ. കാരണം മഹാനായ സയ്യിദുൽ ഉലമ ആരാണെന്നറിയുമോ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടുത്തെ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചില്ലേ, ബാറക്കല്ലാഹു ഫീ ഇൽമിക, അല്ലാഹു തആല അങ്ങയുടെ ഇൽമിൽ ബറക്കത്ത് തരട്ടെ. മുതഅല്ലിമായ സമയത്താണ് തലയിൽ കൈവച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ ശംസുൽ ഉലമ സയ്യിദുൽ ഉലമയുടെ ഉസ്താദാണെങ്കിൽ എന്തെങ്കിലും മസ്അല തർക്കങ്ങളോ എന്തെങ്കിലും കിതാബ് തിരിയാത്തത് മുതഅല്ലിങ്ങൾക്ക് വന്നാൽ തങ്ങളൊട്ടിയോട് ചോദിച്ചോന്ന് പറഞ്ഞോ മഹാനായ ശംസുൽ ഉലമയുടെ ആശീർവാദം കിട്ടിയ തങ്ങള്, ആ തങ്ങള് പറയുന്ന സ്ഥാനത്ത് നിന്നാൽ, ആ തങ്ങളെ അനുസരിച്ചാൽ, ആ തങ്ങളെ ബഹുമാനിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രയാസമുണ്ടാകില്ല. ജിബ്രി തങ്ങളെ വിമർശിക്കും തോറും അല്ലാഹു തആല അവിടുത്തെ പദവി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബഹ്റൈനെങ്കിൽ നാളെ അബൂദാബിയില്, പിറ്റേന്ന് ഖത്തറിലാണ്, നാളെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പരിപാടിയിലാണ്. മഹാനായ സയ്യിദുൽ ഉലമ മിനിയാന്ന് നീലേശ്വരം മർക്കസ് ദഅവത്തുൽ ഇസ്ലാമിയിൽ മക്കൾക്ക് കിതാബ് ഓതി കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്കര സംയുക്ത ജമാഅത്തിന്റെ ഖാദിയ അവിടെ നടക്കുന്ന ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ട് നേരെ മലേഷ്യയിലേക്ക് പോയ മഹാനായ ശൈഖുനാ സയ്യിദുൽ ഉലമ
ആരുടെ മുമ്പിലും പതറാത്ത സയ്യിദുൽ ഉലമ, ഏത് രാഷ്ട്രീയക്കാരന്റെ മുമ്പിലും പറക്കാത്ത സയ്യിദുൽ ഉലമ, ആർത്തിരമ്പി വരുന്ന കടലിന്റെ തിരമാലകളെ പോലെ എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ വരുന്ന തിരമാലകൾക്ക് മുമ്പിൽ ഒരു ശക്തിയായി, ഒരു ആർച്ചവമായി തടഞ്ഞു നിർത്താനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കൽപ്പുള്ള മഹാരായ സയ്യിദുൽ ഉലമ, നാവിന് അതറുള്ള സയ്യിദുൽ ഉലമ, വിരട്ടി പേടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ കാലഘട്ടത്തിന്റെ കുത്തുപാട് സയ്യിദുൽ ഉലമ, ഈ കാലഘട്ടത്തിലെ ഗൗസുൽ, കാലഘട്ടത്തിലെ മുഹിയുദ്ദീൻ ശൈഖാണ് ശംസുൽ ഉലമ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവര്, ഈ കാലഘട്ടത്തിലെ മുഹിയുദ്ദീൻ ശൈഖാണ് ശംസുൽ ഉലമ എന്ന് പറയാൻ കാരണം അഫ്ദൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹു, എന്റെ കാലമാണ് ഏറ്റവും നല്ല കാലം, പിന്നെ അതിനോടടുത്ത കാലം, പിന്നെ അതിനോടടുത്ത കാലം. 3 നൂറ്റാണ്ട് കഴിഞ്ഞു പോയപ്പോ ഇസ്ലാമിന്റെ പ്രഭ നഷ്ടപ്പെടാൻ പോവുകയാണ്. മുതലാളിമാർ പണത്തിന്റെ പിറകിലും കച്ചവടത്തിന്റെ പിറകിലും രാഷ്ട്രീയത്തിന്റെ പിറകിലും പോയി ഇസ്ലാമിന്റെ സുന്ദരമായ പ്രഭയെ ഊതിക്കടത്താൻ ഒരുങ്ങുമ്പോഴാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒരു സമുദായത്തെ സംസ്കരിച്ചെടുത്തതെങ്കിൽ, ആ സമുദായത്തിനകത്ത് ആത്മീയതയുടെ വെളിച്ചം വീശിയതെങ്കിൽ, ഈ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്ട്രോങ്ങുകൾ കുറഞ്ഞു പോകുമ്പോൾ, വിദയാലയങ്ങളിൽ ചേക്കേറുമ്പോ, പരിശുദ്ധമായ സമസ്തയുടെ ആശയങ്ങളെ വലിച്ചെറിയുമ്പോ മഹാരായ സയ്യിദുൽ ഉലമ ചെയ്യുന്നതെന്തെന്നറിയുമോ? മക്കളെ, നിങ്ങളുടെ പ്രഭകൾ നഷ്ടപ്പെടുത്തല്ലേ, നിങ്ങളുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തല്ലേ. ഇതാണ് മഹാരായ ശംസുൽ ഉലമ കാട്ടിത്തന്ന വഴി, ഇതാണ് യഥാർത്ഥമായ വഴി എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സിംഹഗർജനമായ യമനി പാരമ്പര്യമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഫ്രി കുടുംബത്തിലെ പോരാളിയായ മമ്പുറം തങ്ങളുടെ അനുയായിയായ മഹാരായ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങള് ഈ കാലഘട്ടത്തിലെ മുഹിയുദ്ദീൻ ശൈഖാണെന്ന് പറയാൻ ഒരു ഭയമില്ലാതെ ഞാൻ പറയാൻ കാരണം, ദീനിനെ ജീവിപ്പിച്ചവനെന്നാണല്ലോ മുഹിയുദ്ദീൻ ശൈഖിന്റെ അർത്ഥം. മഹാനായ ഗൗസുൽ ആലമിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണല്ലോ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് തിന്മയിൽ നിന്ന് വലിഞ്ഞു പോകുമ്പോ, തിന്മയുടെ വാക്താക്കളാകുമ്പോ അവിടെ കൈപിടിച്ചതുപോലെ 21-ാം നൂറ്റാണ്ടില് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കാണിച്ചു തന്ന സമസ്തയെ, മഹാനായ ശംസുൽ ഉലമ കാണിച്ചു തന്ന സമസ്തയെ, പാങ്ങിൽ ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ, കാളമ്പാടി ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ, കോയക്കുട്ടി ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ, ചെറുശ്ശേരി ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ ബിദ്അത്തിന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാനൊരുങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പറ്റില്ല എന്ന് ഉറക്കെ സിംഹഗർജനം നടത്തിയതാണോ മഹാരായ സയ്യിദുൽ ഉലമ ചെയ്ത തെറ്റ്? അല്ലാഹുവേ, ആ സയ്യിദുൽ ഉലമക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ആ സയ്യിദുൽ ഉലമയുടെ പിറകില് കാരിരുമ്പിന്റെ കരുത്തോടുകൂടെ പൊട്ടിത്തെറിക്കാത്ത പാറകളെ പോലെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് മഹാനായ സയ്യിദുൽ ഉലമ എന്നറിയുന്നു? മഹാനായ ശംസുൽ ഉലമയുടെ ശരിയായ പൊരുത്തം കിട്ടിയ മഹാനാണ് ശംസുൽ ഉലമ. ഒരു സംഭവം കൂടെ നിങ്ങളോട് പറയാം. ഈ സംഭവം നിങ്ങൾ അറിയണം. ഞാൻ കാഞ്ഞങ്ങാട് വെച്ചുകൊണ്ട്, കാഞ്ഞങ്ങാട് സമസ്ത മണ്ഡലത്തിന്റെ കാഞ്ഞങ്ങാട് 100ാം വാർഷികത്തിന്റെ സ്വാഗത സംഘം രൂപീകരിക്കാൻ ഒരുങ്ങിയപ്പോ, ഉദ്ഘാടന പ്രഭാഷണം നടത്തിയപ്പോൾ, ആ പ്രഭാഷണത്തിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ചും അവിടത്തെ കറാമത്തും പറഞ്ഞപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ചില ആളുകൾ ക്ലിപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ വിരോധാഭാസം? എന്തേ സയ്യിദുൽ ഉലമയെ കേൾക്കാൻ ആഗ്രഹിക്കാതെ പോകുന്നത്? എന്തേ സയ്യിദുൽ ഉലമയെ മനസ്സിലാക്കാതെ പോകുന്നത്?
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് എവിടെയും നിങ്ങൾ എത്തിക്കേണ്ട ഒന്നാണ്. നാവിന് അസറുള്ള മഹാനാണ് ആര്? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതിനൊരു അനുഭവം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വെറുതെ പറയല്ല. എന്റെ കൂടെ എന്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് വന്നത് ഷംസുദ്ദീൻ എന്ന പേരുള്ള എന്റെ ബന്ധുവാണ്. എത്രയോ വർഷമായി എന്റെ കൂടെ ഡ്രൈവറായി ഞാൻ എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈവറാണ് ഷംസുദ്ദീൻ. ആ ഷംസു നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ പച്ചയായി സദസ്സിൽ പറയുന്നു, ആ ഷംസുദ്ദീന്റെ മകന്റെ പേരാണ് മിഥിലാജ്. ഒരേ ഒരു മകനേ ഉള്ളൂ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ മിഥിലാജ് എന്ന പൊന്നുമോൻ ചെറിയ പ്രായത്തിൽ കന്തൂറയും അതുപോലെ തന്നെ ചെറിയ തൊപ്പിയിട്ട് എന്റെ വീട്ടിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നപ്പോ ഷംസുദ്ദീൻ മിഥിലാജ് എന്ന് പറയുന്ന ചെറിയ പൊന്നുമോനെയും കൂട്ടിയിട്ട് ആ പള്ളിയിലേക്ക് വരുമ്പോ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. മിഥിലാജിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്നോട് ഷംസുദ്ദീൻ പരാതി പറയുന്നത്, ഓതിക്കൊടുത്താൽ അറിയുന്നില്ല, തലക്കൊന്നും കയറുന്നില്ല, ആകെ ഒരു മകനേ ഉള്ളൂ, വല്ലാത്ത പ്രയാസം പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്കറിയുമോ, ഈ ചെറിയ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായി കുഞ്ഞുമോൻ മിഥിലാജ് എന്ന് പറയുന്ന കുഞ്ഞുമോനെ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടപ്പോ ഒരു കാര്യം ചോദിച്ചു. ഹാഫിളാണോ? നിങ്ങൾ കേൾക്കണേ, ഹാഫിളാണോ എന്ന് ചോദിച്ചു. ഹിഫ്ളിന് പഠിക്കുകയാണോ? ഷംസുദ്ദീൻ അത്ഭുതപ്പെട്ടു പോയി. ഒരായത്ത് പോലും മനപ്പാഠമാക്കാനുള്ള പ്രാപ്തിയില്ലാത്ത മിഥിലാജിന്റെ മുഖത്ത് നോക്കിയിട്ട് നാവിന്റെ അസറുള്ള മഹാരായ ശംസുൽ ഉലമ ഹാഫിളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ മിഥിലാജ് ആരാണെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയിട്ട് ഇന്ന് ഹാഫിളാണ്. ചെറിയ കുട്ടിയെ ആലോചിച്ചു നോക്കണം. ഇത് വെറുതെ പറയല്ല. എന്റെ പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാറിൽ ഡ്രൈവർ ഉണ്ടാകും. നിങ്ങൾ ചോദിച്ചോ. കാഞ്ഞങ്ങാട് കോയപ്പള്ളി, അതിഞ്ഞാൽ കോയപ്പള്ളിയിലുള്ള തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഹാഫിളായ സനദ് വാങ്ങിയ മകനാണ് മിഥിലാജ്. ഒരൊറ്റ വാക്ക് കേരളക്കരയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സിംഹഗർജനം നടത്തുന്ന മഹാനായ ശൈഖുന സയ്യിദുൽ ഉലമ ശംസുൽ ഉലമയുടെ നാക്കിൽ നിന്ന് വീണ ഒരേ ഒരു വാക്കാണ് ഹാഫിളാണോ. അല്ലാഹു ഹാഫിളാക്കി മാറ്റി. ഒരു തടസ്സമില്ല. നല്ല ആരോഗ്യം കൊടുത്തു, നല്ല ഖിറാഅത്ത്. ഒരു ആയത്ത് പോലും മനപ്പാഠമാക്കാൻ പ്രയാസപ്പെട്ട പൊന്നുമോന്റെ മുഖം നോക്കിയിട്ട് ഹാഫിളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാഫിളാകും എന്നാണ് അതിന്റെ അർത്ഥം. ആ മഹാനായ സയ്യിദുൽ ഉലമയെ നമ്മൾ മനസ്സിലാക്കണം. ഇത് പറഞ്ഞതിനെ കട്ട് ചെയ്തിട്ടാണ് ക്ലിപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ പരിപൂർണമായ രൂപം പറയാൻ നൂറുകണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരായ കർണാടകയിലെ മണ്ണിൽ വെച്ചുകൊണ്ട് ആധികാരികമായി പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോൾ ആ ശംസുൽ ഉലമയുടെ മദ്ഹ് അത് കട്ട് ചെയ്യാതെ അത് പ്രചരിപ്പിക്കുമെന്ന് എനിക്കറിയാം. ആ മഹാനായ ശംസുൽ ഉലമയുടെ അനുയായികളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങളുടെ പിറകെ കാരിരിമ്പിന്റെ കരുത്തോട് കൂടെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കപ്പറി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം സയ്യിദുൽ ഉലമന്റെ പൊരുത്തം ശംസുൽ ഉലമയാണ്. സയ്യിദുൽ ഉലമന്റെ പൊരുത്തം ശംസുൽ ഉലമയാണെങ്കിൽ നമ്മുടെ പൊരുത്തം ആരായിരിക്കണം? സയ്യിദുൽ ഉലമയായിരിക്കണം. നമുക്ക് വലുത് സമസ്തയാണ്. ആ സമസ്തയുടെ സുന്ദരമായ ആശയങ്ങൾ അടർത്തിയെടുത്ത് പാവപ്പെട്ട മുസൽമാന്റെ ഹൃദയത്തിൽ വിഷം ചീറ്റാൻ ഏത് തമ്പ്രാക്കന്മാർ വന്നാലും വിട്ടുതരില്ല എന്ന് പറയാൻ മഹാനായ ഹൈദറോസ് ഉസ്താദിന്റെ ആദർശവും മഹാനായ നാട്ടിക ഉസ്താദിന്റെ നട്ടെല്ലും നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, മഹാനായ ശംസുൽ ഉലമയുടെ അനുസ്മരണം പറയുന്ന ഈ സദസ്സില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് മഹാനായ ശംസുൽ ഉലമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വലിയാണ്. ലളിതമായ ജീവിതം ഇഷ്ടപ്പെട്ട മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, ലളിതമായ ജീവിതം ഇഷ്ടപ്പെട്ട മഹാനായ ശംസുൽ ഉലമ. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് സഹോദരിമാരെ. മഹാനായ ശംസുൽ ഉലമയെ ഓർത്തുകൊണ്ട് നാളെ എനിക്ക് ഈ പതാകയോട് സഹകരിച്ചതിന്റെ പേരിൽ
അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മുഖം കാണാൻ എനിക്ക് കഴിയണമെന്ന നല്ല നിയ്യത്തോടുകൂടെ നിങ്ങളൊക്കെ സദക്ക ചെയ്യുക. അള്ളാഹു നമ്മുടെ സദക്ക സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലളിതമായ ജീവിതമായിരുന്നു മഹാനായ ശംസുലമ ഇഷ്ടപ്പെട്ടത്. സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേൽക്കുന്ന മഹാനായ ശംസുൽ ഉലമ, ഇതിന് യാതൊരു മാറ്റമുണ്ടായിട്ടില്ല. ഒരിക്കലും വൈകിക്കിടന്നാലും ഉണരൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെയാണ്. എത്ര വൈകിട്ടുറങ്ങിയാലും കൃത്യസമയത്ത് എഴുന്നേൽക്കും ശംസുലും. നമ്മളോ കുറച്ച് വൈകിയാൽ വൈകിയതിനനുസരിച്ച് എഴുന്നേൽക്കും അല്ലേ? 3 മണിയായാൽ പിന്നെ സുബഹി കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ആലോചിച്ച് നോക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും എഴുന്നേൽക്കുന്നത് വളരെ കൃത്യമായ സമയത്താണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ, ഉദ്കുറു മഹാസിന മൗതാകും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ നന്മ എടുത്തു പറയണമെന്ന് പരിശുദ്ധമായ ഹദീസ് വചനം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കർണാടകയുടെ മുന്നിൽ സമസ്തയുടെ ശബ്ദം കേൾക്കാതിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ കേൾക്കുന്നതും ഈ ഇരിക്കുന്നതും ഈ ചിന്തിക്കുന്നതും പുണ്യമാണ്. കാരണം ഹക്ക് തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ പലതും നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ ഒന്നും നഷ്ടപ്പെടില്ല, അത് ആഖിറമാണ്. നിങ്ങൾ എന്തിനാണ് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? പഞ്ചായത്ത് മെമ്പറാകാനല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനല്ല, വാർഡ് മെമ്പർ ആകാനല്ല, മുനിസിപ്പാലിറ്റി ചെയർമാനാകാനല്ല, കോർപ്പറേഷൻ ചെയർമാനാകാൻ വേണ്ടിയല്ല, പദവികൾക്ക് വേണ്ടിയല്ല, മന്ത്രി ആകാനല്ല, MLA ആകാനല്ല, MP ആകാനല്ല. ഇവിടുത്തെ പാവപ്പെട്ട ഉമറാക്കൾ സമസ്തയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് ഒരു സമയത്ത് മരണത്തിന്റെ ദൂത് തന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ സാലിഹ്യങ്ങളുടെ കൂടെ ചേർന്നതിന്റെ പേരിൽ അല്ലാഹു അനുഗ്രഹിച്ചു തരുന്ന ഈമാനിന് സംരക്ഷണം തരും. മാത്രമല്ല, നാളെ കബറിൽ കിടക്കുമ്പോ താൻ കിടക്കുന്ന മണ്ണ് സുഗന്ധത്തിന്റെ മണ്ണാകുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവിടുത്തെ പാവപ്പെട്ട ഉമറാക്കൾ കാശ് കൊടുക്കുന്നത്. നമുക്കറിയാം, ബാംഗ്ലൂരിൽ സമ്മേളനം നടന്ന സമയത്ത് 100ാം വാർഷികത്തിന്റെ പ്രചരണ സന്ദേശ ഉദ്ഘാടന സമ്മേളനം നടന്നപ്പോ എനിക്കറിയാം, കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് എത്രയോ പ്രായമുള്ള ഉമറാക്കള് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ സമ്മേളനത്തിൽ വന്നത്. കാരണം അവർ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്തയാണ്. അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും നമ്മൾ സമസ്തയുടെ നിന്ന് പിൻവലിഞ്ഞു പോകരുത്. കാരണം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്, ലാ തസാലു തായിഫത്തുൻ മിൻ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ലാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നവര്. ലാ തസാലു തായിഫത്തുൻ മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഒരു വിങ്, ഒരു ടീം അവരെ എപ്പോഴും സത്യം തുറന്നു പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മഹാനായ ശംസുൽ ഉലമ എത്ര വൈകിട്ടാണ് കിടന്നാലും ഉണരുന്നത് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെയാണ്. ഇത് പതിവാണ്. ധാരാളം പറഞ്ഞിരുന്നു, ധാരാളം ദിക്ർ. ശംസുൽ ഉലമന്റെ കയ്യിലുള്ള തസ്ബീഹ് മാല 1000ന്റെ മുത്തുമണിയാണ്, 1000ന്റെ 100 അല്ല. ആ മഹാനായ ശംസുൽ ഉലമ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം ദിക്ർ പറഞ്ഞിരുന്നു. ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം വളരെ ലളിതായിരുന്നു. പകലൊന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഉച്ചക്കും രാത്രിയിലും വളരെ ലളിതമായ ഭക്ഷണമായിരുന്നു ശംസുൽ ഉലമ കഴിച്ചിരുന്നത്. തലമുടി മുറിക്കുന്നത് പോലും സ്വയം ചെയ്യുന്നതിലായിരുന്നു സംതൃപ്തി. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ പൊതുകാര്യങ്ങളിൽ ഇടപെടാറില്ല. മഗ്രിബിന്റെ ഇശാഇന്റെ കാര്യങ്ങളിൽ പൊതുകാര്യങ്ങൾ ഇടപെടാറില്ല. ഒട്ടേറെ തരീഖത്തുകളുടെ പിന്തുടർച്ച കാരണം പറഞ്ഞാൽ തീരാത്ത ഔറാദുകൾ ലോകത്ത് 1000 മണികളുള്ള തസ്ബീഹ് മാല മഹാനായ സയ്യിദ് ഉലമയുടെ കയ്യിലുണ്ടായിരുന്നു. നല്ല ബുദ്ധിവൈഭവമായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ നിങ്ങൾ, ഒരു മാസക്കാലം കൊണ്ട് ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയിരുന്നു. ആരായ നമ്മുടെ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾ വരുന്നവരെ പ്രസംഗിക്കാം എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തെ വിഷയം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. നല്ല ബുദ്ധി വൈഭവമായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമക്ക് ഉണ്ടായത്. ഒരു മാസക്കാലം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. ഒരു മാസം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനായ ശംസുൽ ഉലമ 25 വർഷമായി ശൈഖുന സുബ്ഹിക്ക് മുമ്പായി സൂറത്തുൽ അൻആമും സൂറത്തുൽ അഅറാഫും ഓതുന്നത് പതിവായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയവും ആദർശവും സംവിധാനങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയവും ആദർശവും നെഞ്ചിലേറ്റി പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ പാതയിലൂടെ മുന്നോട്ട് ഗമിച്ച് പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഏറ്റവും നല്ലൊരു സൂഫിയായി ഏറ്റവും നല്ലൊരു സൂഫിയായി ഔലിയാക്കളിൽ പ്രധാനിയായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ റബീഉൽ ആഖിർ മാസം പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം പരിശുദ്ധമായ സുബ്ഹ് ബാങ്കിന്റെ ഓരോ വാചകങ്ങളും ആകാശത്തിന്റെ അന്തരീക്ഷത്തിലൂടെ മുഖരിതമാകുമ്പോ ഒരു വിറയമില്ലാതെ, ഒരു തളരലുമില്ലാതെ, ഒരു പകർച്ചയുമില്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സുബ്ഹ് നിസ്കരിക്കാനുള്ള എന്റെ പ്രിയപ്പെട്ടവരെ വുളൂഉൻ ചെയ്ത് ഖിബിലാന്റെ ഭാഗത്ത് കിടന്നുകൊണ്ട് പച്ചയായി പരിശുദ്ധമായി ഒരു മഖ്റജ് പോലും തെറ്റാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുന ശംസുൽ ഉലമ നമുക്ക് പാണി കാണിച്ചു തന്ന അതേ ആശയത്തിൽ, അതേ സംവിധാനത്തിൽ, അതേ ആദർശത്തിൽ കാരിമ്മിന്റെ കരുത്തോടുകൂടെ മക്കളെ നിങ്ങൾ നിൽക്കുകയും മഹാനായ സയ്യിദുൽ ഉലമ കാണിച്ചു തരുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാണിച്ചു തരുന്ന പാതയിൽ നിന്ന് ഒരു അണ്ണമണി പോലും വ്യതിചലിക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും 100ാം വാർഷികം നമ്മളിലേക്ക് കടന്നു വന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മണ്ഡലമായ പ്രിയപ്പെട്ടവരുടെ കുണിയായിൽ വെച്ച് നടക്കുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, ഫെബ്രുവരി മാസത്തില് കല്യാണ ആലോചനകൾ വരുമ്പോൾ നിങ്ങൾ പറയണം അത് സമസ്തയുടെ സമ്മേളനത്തിന്റെ ഡേറ്റ് ആണോ എങ്കിൽ മാറ്റിവെക്കണമെന്ന് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, വീട് കുടികൂടൽ അത് മാറ്റിവെക്കണമെന്ന് പറയണം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ആ സുന്ദരമായ സ്വാലിഹീങ്ങള്, ലക്ഷക്കണക്കിന് വരുന്ന സ്വാലിഹീങ്ങള് ഒരുമിച്ച് കൂടി ദിക്ർ പറയുന്ന, ആമീൻ പറയുന്ന ഔലിയാക്കൾ ഒരുമിച്ച് കൂടുന്ന ആ സുന്ദരമായ ഭൂമിയിൽ അറഫ സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചരിത്രത്തിലെ 100ാം വാർഷികമെങ്കിൽ ഇനിയൊരു 100ാം വാർഷികം കടന്നു വരുമ്പോൾ നമ്മൾ ആരും സാക്ഷികളാകില്ല. അതുകൊണ്ട് ആ സുന്ദരമായ ഭൂമിയിൽ കടന്നു വന്ന് ഞാൻ സ്വാലിഹീങ്ങളുടെ കൂടെയാ, സമസ്തയുടെ കൂടെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന്റെ മറവിൽ ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് കയറി വരാനും അവർക്ക് നമ്മളിലേക്ക് അടുക്കാനും നമ്മളെ ചെറുപ്പക്കാരെ വലവീശാനും ഒക്കെയുള്ള ബിദഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കുതന്ത്രപരമായ നീക്കങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടത്തിലുള്ള ചില സാധുക്കളും പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയിരിക്കും. അപ്പൊ നമ്മുടെ കുറച്ച് ആളുകൾക്ക് അവരുടെ ക്യാമ്പിൽ പോയി ക്ലാസ് എടുക്കാം. അവരിൽപ്പെട്ട നല്ല പ്രഭാഷകരെ നമ്മളെ കോളേജിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാം. അവര് ആശയമൊന്നും പറയുന്നില്ല, ഇതാണ് അതിനുള്ള വിശദീകരണം. അവരവരുടെ ആശയമൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആണ്, നല്ല ട്രെയിനിങ് ആണ്, നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ്. ആള് മുജാഹിദ് ആയിക്കോട്ടെ, പക്ഷെ നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. അതുകൊണ്ട് നമ്മൾ അറബി കോളേജിലെ കുട്ടികൾ ക്ലാസ് എടുക്കാം. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അവര് നമ്മുടെ കോളേജിൽ വരുന്നു, കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു, നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നു. വളരെ ആകർഷകമായ ക്ലാസ് കേൾക്കുമ്പോ ആ ക്ലാസ്സിന് അവസാനം ഈ ക്ലാസ് എടുക്കുന്ന ആള് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം. നമ്പർ എല്ലാവരും എഴുതിയെടുത്തോ. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം. എന്റെ അക്കൗണ്ട് ഇതാണ്. ആ ക്ലാസ് മുതൽ, ആ ക്ലാസ്സിൽ ആകർഷ്ടരായ കുട്ടികൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഫോളോവറാണ്.
തുടർന്ന് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, തുടർന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി കേവലം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഒതുങ്ങുന്നില്ല, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഒതുങ്ങുന്നില്ല. അവര് അവരുടെ സമ്മേളനങ്ങളിൽ നടക്കുന്ന ബിദഈ പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചാരണങ്ങളിൽ ഈ പറയപ്പെട്ട പല കുട്ടികളും പെട്ടുപോകുന്നു. തൊട്ടടുത്ത് മുജാഹിദ് സമ്മേളനം നടക്കുന്നുണ്ട്. ആ മുജാഹിദ് സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോ ഇത് നമ്മുടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ വന്ന ആളാണല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. കോളേജിൽ വന്നപ്പോ നല്ല ക്ലാസ് ആയിരുന്നു, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ. ഇത്ര നല്ല ഉസ്താദ്മാരുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.